ഫെബ്രുവരി വന്നപ്പോൾ ഫെബ്രുവരി ലാസ്റ്റിന് എൻ്റെ വിസ തീരും. അടുത്ത പ്രശ്നം, വിസ എക്സ്റ്റൻഷന് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ബാച്ചിലുള്ള ഒരു കുട്ടി എക്സ്റ്റൻഷന് കൊടുത്തിട്ട് കിട്ടിയില്ല. കാരണം ഞങ്ങൾ ഓൾറെഡി അവിടുത്തെ പാസ് ഔട്ട് ആയല്ലോ. അപ്പോൾ പിന്നെ എക്സ്റ്റൻഷന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ എക്സിറ്റ് എടുക്കണം. അതിനും എനിക്ക് താല്പര്യമില്ല. ഇതൊരു ടെൻഷനാണ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലായതുകൊണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് നിയോഗം വെച്ച് പോയിരുന്നത് വിസ എക്സ്റ്റൻഷൻ ചെയ്യാതെ കറക്റ്റ് സമയത്ത് പേപ്പർ വർക്കൊക്കെ കംപ്ലീറ്റ് ആക്കി ഡിപ്ലോമ എനിക്ക് കിട്ടി നാട്ടിൽ വരണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ മോർണിംഗിൽ ആരാധന സമയത്ത് ഞാൻ പാസ്പോർട്ടിൽ തൈലം വെച്ച് കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചെല്ലുമായിരുന്നു. ചൊവ്വാഴ്ചകളിലുള്ള ആരാധനയിലും അങ്ങനെ തന്നെ ധ്യാനത്തിലും അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു. അതിൻ്റെ ഫലമായി എൻ്റെ വിസ എക്സ്പയർ ആവുന്നതിന് 2 ദിവസം മുമ്പ് ഞാൻ എൻ്റെ എല്ലാ പേപ്പർ വർക്കും കംപ്ലീറ്റ് ആക്കി അവിടെ നിന്നുള്ള അപ്പോസ്റ്റലും എല്ലാം കംപ്ലീറ്റ് ആക്കി വിത്ത് ഡിപ്ലോമ ഞാൻ നാട്ടിലെത്തി. അപ്പോൾ യുദ്ധമൊക്കെ ഇപ്പോൾ നടക്കുന്നല്ലോ. അപ്പോൾ കുറേ ഫ്ലൈറ്റ് ക്യാൻസലായി. അതിനെല്ലാം മുമ്പ് തന്നെ മാതാവും ഉണ്ണീശോയും സഹായിച്ച് എല്ലാം എൻ്റെ കംപ്ലീറ്റ് ആക്കി ഞാൻ നാട്ടിലെത്തി. ദൈവത്തിനും മാതാവിനും ഒത്തിരിയേറെ നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത് ഓൺലൈനിലും FBയിലും ഒക്കെ ആവശ്യമായിട്ട് ഞാൻ പോസ്റ്റേഴ്സ് കാണുമ്പോൾ ഹെൽപ്പ് ചെയ്യാണ് പതിവ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുത്തെ പോകുന്നതിന് മുമ്പ് എല്ലാ പത്രങ്ങളും ഞാൻ വീടുകളിൽ കയറി സാക്ഷ്യം പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഹോസ്പിറ്റൽസിലും പോയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് പോകുന്നതിന് മുമ്പ്. എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയുന്നു.